ജമീൽ താത്ത, നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ തെക്കത്തൊടിയിലേ മൈമിനാത്ത ഇന്നലെ രാത്രി മരിച്ചുത്രേ? തന്നെ? എപ്പോ? ഇന്നലെ. എങ്ങനെടി? എന്താ അറിയില്ല, അവിടെ പോയി നോക്കട്ടെ. എന്നെ കൊണ്ട് ഷെഫീഖാണ് രാവിലെ പറഞ്ഞതേ. നിങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടപ്പോ? ഞാനിത് അങ്ങോട്ട് പോകാൻ പോവാണ്. എന്റെ ഒപ്പം വരുന്നുണ്ടാ? നീ പോയിക്കോ, ഞാനേ കോഴിക്കോട് തുറന്നു വിട്ടിരിക്കണേ. അതിനൊക്കെ പിടിച്ച് കൂട്ടിലാക്കട്ടെ, അല്ലെങ്കിൽ നായി പിടിച്ചിട്ട് പോകും. പിന്നെ പോരാത്ത ആട്ടിനും വല്ലതും തിന്നാനും കൊടുക്കട്ടെ. ഇത് മരിപ്പിന് വന്ന് പറഞ്ഞ വിധുകളൊക്കെ പട്ടിണിയാവില്ലേ? നീ പോയിക്കോട്ടെ, ഞാൻ അവിടേക്ക് എത്താം. മൂപ്പർക്ക് ഭക്ഷണം കൊടുക്കണം. ശരി. എപ്പോഴാ നെയ്ത്തെടുക്കാന്നറിയോ? എപ്പോഴാ അറിയില്ല, പോയി നോക്കട്ടെ. വൈകുകയാണെങ്കിൽ നീ വിളിക്കിട്ടാ, അപ്പഴേക്ക് ഞാൻ അങ്ങോട്ട് വരാ. എന്നാ ശരി ഇട്ടോളേ. എന്താ ഇന്ന് കണ്ടവന് നാളെ കാണില്ല. ഇങ്ങനെ തന്നെ മനുഷ്യന്റെയൊക്കെ അവസ്ഥകള്. കുരുമുളക് തൈ അവച്ചിരിക്കുന്നു, എന്നിട്ടാണ് ഒരു കറിവേപ്പില തൈ വെക്കാത്തത് മൈമൂന. ഇങ്ങനെ ഉള്ളി കറിയൊരു ഉള്ളി തന്നെ നിൽക്കാണ്ടേ ഇത്തിരി കണ്ടവരിട്ട് നീ പുറത്തിറങ്ങി. ഉള്ളിലാകെ തിക്കും തിരക്കും ഒന്നുണ്ടാവുമെന്ന്. അതുകൊണ്ട് വലിച്ചു കെട്ട് വേഗം. മഴ വരുന്നേണ്ടിക്ക് ആ ചെയറൊക്കെ അങ്ങോട്ട് നിരത്തിയിട്ട് അന്നേർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണ്ടേ? എവിടെയാണ് ചോറ് വെച്ചിരിക്കുന്നത്? ആനന്ദത്താപ്പനോട്ടില്ല. അവിടെ മതി. ഈ ചെയർ പിടിക്ക്, അവിടെ ഇട്. അത് വലിച്ചു കെട്ട്. പിടിക്ക്. അങ്ങനെ തന്നെ. കട്ടൻ കാപ്പി പറ, ആൾക്കാർക്കൊക്കെ കൊടുക്കണ്ടേ വന്നേക്ക്. പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരും. ഉസ്താദ്മാരെപ്പോ വരും? ഇവിടെ എത്തിയിട്ടുണ്ട്. വരുമാനൊക്കെ ദുബായിന്ന് വന്നാ? ഇല്ല, പുറപ്പെട്ടിട്ടുണ്ട്. അത്ര 3 മണിയാകുമ്പത്തിന് എത്തുന്നാ പറഞ്ഞത്. മകളും മരുമകളൊക്കെ ഏത് റൂമിലാണ്? ആ റൂമിലുണ്ട്. ആ റൂമിലാണ്. ഞാൻ പോയി നോക്കട്ടെട്ടാ. നീ കുത്തിയിരുന്ന് കണ്ടിട്ട് എന്താ കുട്ടിയെ കാര്യം? പടച്ചം വിളിച്ചു കഴിഞ്ഞാൽ എല്ലാരും പോവുക തന്നെ, അല്ലാണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാതെ വല്ല ഖുറാനും മുസാഫ് ഇരുന്നിട്ട് ഓത്. അതൊക്കെ തന്നെ ഇനി മരിച്ചവർക്ക് കിട്ടുള്ളൂ. എന്നാലും നിങ്ങളുടെ അടുത്ത് ഇത്തിരി കറിവേപ്പില എൻ്റെ അമ്മ ചോദിച്ചിട്ട് നിങ്ങൾ കൊടുത്തില്ലല്ലോ. എൻ്റെ അമ്മക്ക് നല്ല വിഷമം ഉണ്ടായത്. എൻ്റെ അമ്മ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്. ഞാനും പറഞ്ഞു നിന്റെ മുമ്പ് മരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവില്ലേ? അയൽക്കൂട്ടത്തിന് വേണ്ടി പെണ്ണുങ്ങൾ ഫുള്ളും ആ കറിവേപ്പില വെച്ചിട്ട് ഒന്നുമില്ല, മുട്ടയായി നിർത്തിയിരിക്കുന്നത്. അപ്പോഴാണ് എന്റെ ഉമ്മ ചോദിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ഇല്ലാന്ന് പറഞ്ഞത്. ഒരു ചെറിയ വീട്ടിൽ കൊണ്ട് വെച്ചുകൂടെയെന്നും ചോദിക്കുകയും ചെയ്തു. ഇതിപ്പോ മരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാണ്ടിരിക്കുവോ? ഇനിയിപ്പോ മൗലൂദിലാണെങ്കിൽ എത്ര കറിവേപ്പില വേണമെങ്കിൽ ഞാൻ തരാൻ എനിക്ക്. ഇനിയിപ്പോ കിട്ടിയിട്ട് എന്തിനാണ്? എന്നാലും ഇത്തിരി കറിവേപ്പില ചോദിച്ചിട്ട് നിങ്ങൾ കൊടുത്തില്ലാതെ വല്ലാത്ത സാധനം തന്നെ നിങ്ങള്. അതിനെ ഇത്തിരി മിണ്ടാണ്ടിരിക്കുക, ആൾക്കാർ കേൾക്കില്ലേ ഞാൻ കറിവേപ്പില കൊടുത്തില്ല എന്നുള്ളത്. മരിക്കുന്ന അറിയണമെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവില്ലേ? അതുപോലെ മൈമൂന്ന് വന്നിട്ട് വലിക്കുന്നത് വേരോടെ വലിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് വലിക്കണ്ടാന്ന്. അതിപ്പോ ഞാൻ മരിക്കുന്ന അറിയൂ ഇപ്പോ. ഇത് നീ മിണ്ടാണ്ടിരിക്കുക, ആരുടെ പറയാൻ നിൽക്കണ്ട. ജമീല, നീ ഇവിടെ ഉണ്ടാ? ആ ചെയറിന് എടുക്ക്, കാലുമുട്ടേ ഭയങ്കര വേദന, കുറച്ച് ഇരിക്കട്ടെ. ആ മുക്ക് വരെ തന്നെ ഓട്ടോ വന്നുള്ളൂ. പിന്നെ അവിടെ നിങ്ങോട്ട് നടന്ന് അവിടെ മുഴുവൻ വണ്ടി നിർത്തിയിട്ടിരിക്കണേ. പിന്നെ അങ്ങനെ ഓട്ടോ കൊണ്ട് കിടക്കും. അപ്പൊ അവൻ അതുവരെ വന്നുള്ളൂ. അങ്ങോട്ട് ഇവിടെ നടന്നിട്ട് കാലുമുട്ടേ ഭയങ്കര വേദന. കുളിപ്പിച്ച മയത്തിനെ? എപ്പോഴാ എടുക്കുകയെന്നറിയോ? മരുമകൻ വരാനുണ്ടേ. വന്നിട്ടില്ലേ? ഇല്ലേ, വന്നിട്ടില്ല. ആ ചെയറിനൊക്കെ കൊണ്ടങ്ങോട്ട് ഇരിക്കട്ടെ. ആരാണ് കാപ്പി വാങ്ങി വന്നത്? കാപ്പി കൊണ്ടൊക്കെ എടുത്തോളൂ. നിങ്ങൾക്ക് വേണ്ടേ? വേണമെങ്കിൽ എടുക്കി. ഈ മരണ വീട്ടിൽ ആരെങ്കിലും കാപ്പി കുടിക്കോ? എനിക്കൊന്നും വേണ്ട, നീ കുടിച്ചു. എടുക്കണ്ടെങ്കിൽ അടിക്ക്, വേഗം എടുക്കും. എടുക്ക് ജമീല, ഒരു ഗ്ലാസ്. എന്നാ ശരി, ഞാനും എടുക്കാല്ലേ. കൊണ്ടുവന്നപ്പോ മുണ്ടാണ്ട് നിന്നിട്ടല്ലേ? എനിക്ക് എന്തെങ്കിലും കാപ്പി വേണമെന്നൊന്നും ഇല്ല. നീ അവിടെ ആർക്കെങ്കിലും വേണോ? അവിടെ വേണോ?
സൂറാന്റെ മകള്? ആ നീ എന്താ ഇങ്ങനെ മെല്ലിയിരിക്കുന്നത്? നിന്നെ കല്യാണത്തിന് കണ്ടതാണല്ലോ, അന്നൊക്കെ നീ നല്ല തടി ഉണ്ടായിരുന്നല്ലോ. ഇതെന്താ വേണ്ട ഇപ്പൊ മെല്ലിട്ട് പല ഉണക്കമീൻ പോലെ ആയിരിക്കുന്നത്? നിനക്ക് നിന്റെ കെട്ടിയുടെ വീട്ടിൽ തിന്നാനും കുടിക്കാനൊന്നും കിട്ടണില്ലേ? അത് നിങ്ങളിത്തിരി മിണ്ടാണ്ടിരിക്കും. ഇവിടെ വന്നിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. നിന്നെ കാണുമ്പോഴല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ മരണ വീട്ടിലോ കല്യാണ വീട്ടിലോ ഒക്കെ അല്ലേ നിങ്ങളെയൊക്കെ കാണുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നിങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുവോ? അപ്പൊ കാണുമ്പോ ചോദിക്കന്നെ. അതിനിപ്പോ എന്താണ്? അവിടെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ആ ആരാ ജമീല അവിടെ ഇരുന്ന് ഓതുന്നത്? അത് മൈമൂനാന്റെ മരുമകള്. ആ മരുമകളാണല്ലേ. ആ പെണ്ണെങ്കിലും ഇരുന്ന് ഓതുണ്ടല്ലോ. അത് ആ മക്കൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? മരിച്ചവരോ മരിച്ചു. ഈ ഓതുന്നതൊക്കെ തന്നെയല്ലേ അവർക്ക് കിട്ടുള്ളൂ. അവിടെ ഇരുന്ന് ഓതാണ്ട് അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ ഓതുന്നതും ദിക്റ് ചെല്ലുന്നതും സലാത്ത് ചെല്ലുന്നതും ഒക്കെ തന്നെ കിട്ടുള്ളൂ. പിള്ളേരൊന്നും ആയില്ലേ മരുമകൾക്ക്? ആ കുട്ടികളൊന്നും ആയിട്ടില്ല. അതൊക്കെ പടച്ചോൻ വിചാരിക്കണ്ടേ കൊടുക്കാന്. ഇനി അവിടെ ഉള്ളിൽ ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ വേറെ വരി. ഇങ്ങനെ ഉണ്ട് തിരക്കും കൂട്ടണ്ടേ? ഇങ്ങനെ വരിവരിയായി ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോയി. സ്വത്തൊക്കെ ഉണ്ട് അവർക്ക്. ഓ കണ്ടമാന സ്വത്തുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് കുറെ തേക്കും തോട്ടം കണ്ടില്ലേ? അതൊക്കെ വിറ്റ് തന്നെ. കഴിഞ്ഞ ആഴ്ച കൂടി ഒരാള് 15 ലക്ഷത്തിന് ചോദിച്ചതാണ്. ഈ മൈമൂനത് കൊടുത്തില്ല. വില കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് 20 ലക്ഷത്തിന് കൊടുക്കൂന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെയല്ലേ ഇപ്പൊ മരിച്ചത്. ഇനിയിപ്പോ സ്വത്തൊക്കെ പെട്ടെന്ന് തന്നെ പിരിക്കണം. അതാണ് നല്ലത്. നമ്മുടെ ഇതിൽ അതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് സ്വത്തൊക്കെ ഇങ്ങനെ ഒരാൾ തന്നെ കെട്ടിപ്പൂട്ടി വെക്കുക, അയാൾ മാത്രം അനുഭവിക്കുക, മറ്റുള്ളവരൊക്കെ കഷ്ടപ്പെടുക, അതൊന്നും നമ്മളുടെ ഇതിൽ പറഞ്ഞിട്ടില്ല. മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മയും വാപ്പയും മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വത്തൊക്കെ പെട്ടെന്ന് തന്നെ പിരിച്ച് എല്ലാവർക്കും അവരവരുടെ ഭാഗം കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനിയിപ്പോൾ അതിന്റെ പേരിൽ തർക്കങ്ങൾ തല്ലിക്കുടി അതൊക്കെ നല്ലതല്ലല്ലോ. മൈമൂനാത്തൊക്കെ ഒന്നും അനുഭവിക്കാനുള്ള യോഗമില്ല. ഉള്ള സമയത്ത് തന്നെ ആ തേക്കും തൊടിയൊക്കെ കൊടുത്താൽ മതി. കുറച്ചെങ്കിലും അനുഭവിക്കുക. അതിപ്പോൾ ആർക്കെങ്കിലും അറിയോ മരിക്കുന്നു? സ്വത്തൊക്കെ പൂട്ടിക്കെട്ടി വെച്ച് ഇനിയിപ്പോൾ മക്കളൊക്കെ അനുഭവിക്കട്ടെ. അല്ലാണ്ട് ഇപ്പം എന്താണ്? അല്ല വേണ്ട ഇപ്രാവശ്യത്തെ കുറിയായിരിക്കും കിട്ടിയത്. അത് ഐഷാക്ക് കിട്ടി. ഐഷാക്ക അവൾക്ക് മാത്രമേ പൈസന്റെ ആവശ്യമുള്ളൂ. നമ്മളൊക്കെ എന്താ പൈസ അതിന്റെ ആവശ്യമില്ലേ? ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കാം നമുക്ക്. നിങ്ങൾ വല്ലതും കഴിച്ചാ? ഇല്ലേ, അവിടുന്ന് വെറും കാലി ചായയും കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പുറത്ത് ആമിൻതാത്താൻ്റെ വീട്ടിലെ നെയ്ച്ചോറ് കൊടുക്കുന്നുണ്ട്, പോയി കഴിച്ചിട്ട് വരും. ഇനിയിപ്പോൾ എന്തായാലും മരിപ്പെടുക്കട്ടെ, എന്നിട്ട് പോയി കഴിക്കാം. എന്താ ജമീല നീ നിന്റെ മകളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല? എനിക്കൊന്നും നമ്മളെ വേണ്ടാണ്ടായ. ഇനിയിപ്പോൾ നമ്മളൊക്കെ എത്ര കാലം തന്നെ ഇവിടെ ഉണ്ടാവും? അത് പെട്ടെന്ന് നടത്തേണ്ടി വന്ന അതാണ്. മരുമനക്ക് ലീവ് ഉണ്ടായിരുന്നില്ല. എന്നാലും ഒന്ന് വിളിച്ചുകൂടെ എനിക്ക്? അടുത്ത മകൻ്റെ കല്യാണത്തിന് വിളിക്കുന്നുണ്ട് നിങ്ങൾ. കുറേ പേരിനെ വിളിക്കാണ്ട് എല്ലാവരും ഇതുപോലെ പരാതികൾ പറയുക തന്നെ. അടുത്ത മകൻ്റെ കല്യാണം വരുമ്പോൾ എല്ലാം പരാതികളൊക്കെ തീർക്കണം. എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഇതെന്താ കഴുത്തിൽ വലിയൊരു മാല? ഇത് എത്ര പവനുണ്ട്? 5 പവൻ. 5 പവനാ തന്നെ? നിനക്കൊക്കെ മക്കളുണ്ടല്ലോ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ. നമുക്കൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു നിന്റെ അടുത്ത്? അതെ ആരവിടെ നിന്ന് ചിരിക്കണേ? അതൊക്കെ അതിന്റെ സ്വന്തക്കാരെന്നെ. എന്നാലും ഇങ്ങനെയൊക്കെ ചിരിക്കുവോ മരണ വീട്ടില്? അവിടെ എല്ലാരും സംസാരം നിർത്തി. ഉസ്താദ് വന്നു തകർക്കാൻ. ആമി അടിക്കല്ലേ? അയിമുണ്ടാണ്ടിരിക്കും, കൂട്ടം കൂടണ്ട. അത് അവിടെ ഉസ്താദ് വന്നു. ആമി അടിക്കും.